മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ഒരുപാട് കാലം മുമ്പ് ഒരു ഗ്രാമത്തിലൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അയാൾ ദരിദ്രനായിരുന്നു. ഭിക്ഷയെടുത്താണ് അയാൾ തന്റെ ജീവിതം നിലനിർത്തിപ്പോന്നത്. അദ്ദേഹത്തിന് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം തന്നെ കിട്ടുന്നത് ദുർലഭമാണ്. അതിനാൽ പല ദിവസങ്ങളിലും അയാൾ പട്ടിണിയായിരുന്നു. ഒരു ദിവസം വഴിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു വലിയ പാത്രം അരിപ്പൊടി ലഭിച്ചു. അയാൾ അത് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലിന്റെ മുകളിലത്തെ ഉറിയിൽ വെച്ചു. എന്നിട്ട് വിശ്രമിക്കാനായി കിടന്നു. ആ മൺപാത്രം നോക്കി അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പെട്ടെന്ന് തന്നെ പണക്കാരനാവും, പിന്നെ എനിക്ക് ഭിക്ഷ എടുക്കേണ്ടി വരില്ല. ബ്രാഹ്മണൻ തന്റെ കണ്ണുകളടച്ചു. അയാൾ ദിവാസ്വപ്നത്തിൽ മുഴുകി. ഈ പാത്രത്തിലുള്ള അരിപ്പൊടി ഒരുപാട് നാളത്തെ ഭക്ഷണത്തിനുണ്ട്. പെട്ടെന്ന് അദ്ദേഹം തന്റെ ശിരസാട്ടി. എന്നിട്ട് ചിന്തിച്ചു, എന്തിന് ഭക്ഷിച്ചു തീർക്കണം? ഞാനിത് നല്ല വിലയ്ക്ക് വിൽക്കും. ഞാൻ അങ്ങാടിയിൽ പോകും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, വരുവിൻ വരുവിൻ, ഇതാ നല്ല അരിപ്പൊടി വിൽക്കാനുണ്ട്, വരുവിൻ വരുവിൻ. പെട്ടെന്ന് തന്നെ എന്റെ ചുറ്റും ആൾക്കാർ കൂടും. വരുവിൻ വരുവിൻ, അരിപ്പൊടി വിൽക്കാനുണ്ട്, വരുവിൻ. പെട്ടെന്ന് ഒരാൾ പറയും, ഈ ഭരണിയിലെ അരിപ്പൊടിക്ക് 10 രൂപ ഞാൻ തരാമെന്ന്. അപ്പോൾ മറ്റൊരാൾ പറയും, ഞാൻ 15 രൂപ തരാമെന്ന്. ഇത് കേട്ട ബ്രാഹ്മണൻ ഇതാണ് ഏറ്റവും നല്ല വിലയെന്ന് കരുതി ആ അരിപ്പൊടി 15 രൂപ തരാമെന്ന് പറഞ്ഞ അയാൾക്ക് വിൽക്കും. എന്നിട്ട് ആ 15 രൂപയും വാങ്ങി തിരികെ പുതിയൊരു ഷർട്ടും ഒരു ഷൂസും വാങ്ങാമെന്ന് തീരുമാനിക്കും. ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ ആ രൂപ പാഴാക്കില്ല. പകരം ഞാൻ 2 ആട്ടിൻകുട്ടികളെയാണ് വാങ്ങുക. ഞാൻ അവയ്ക്ക് ധാരാളം ഇലകളും പുല്ലും കൊടുക്കും. അത് വലുതാകുമ്പോൾ അവയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്കകം അത് വളർന്ന് വലുതാവും. അപ്പോൾ ഞാൻ അവയെ അങ്ങാടിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, ആടുകളെ വിൽക്കാനുണ്ട്, നല്ല ആരോഗ്യവും ഭംഗിയുള്ള ആടുകളെ വിൽക്കാനുണ്ട്, വരുവിൻ വരുവിൻ, വാങ്ങുവിൻ. അപ്പോൾ ഒരു കച്ചവടക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറയും, എത്ര ഭംഗിയും ആരോഗ്യമുള്ള ആടുകളാണിവ, ഇതിന് 100 രൂപയ്ക്ക് തരാമോ? അങ്ങനെ കിട്ടിയ 100 രൂപ ഞാൻ എങ്ങനെ ചെലവാക്കും? ഒരു പുതിയ കട്ടിലും ഒരു പുതിയ ഫാഷനിലുള്ള കോട്ടും വാങ്ങിയാലോ? ഇല്ല, ഞാൻ ആ രൂപ പാഴാക്കില്ല. പകരം ഞാൻ 2 പശുക്കളെ വാങ്ങും. അവ വളർന്നു കഴിയുമ്പോൾ അവയ്ക്ക് കുട്ടികൾ ഉണ്ടാവും. അങ്ങനെ ആ പശു എനിക്ക് ധാരാളം പാല് തരും. എനിക്ക് ദിവസവും ഒരുപാട് പാലും നെയ്യും വെണ്ണയും എല്ലാം ആ പശുവിൽ നിന്ന് ലഭിക്കും. ഈ വെണ്ണയും പാലും നെയ്യുമെല്ലാം ഞാൻ കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് ഒരു മിഠായി കട തുടങ്ങും. രസഗുള, ഗുലാബ് ജാം, പാൽഗോവ, അങ്ങനെ എല്ലാം വിൽക്കും. മധുരമുള്ള പലഹാരങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ബ്രാഹ്മണന്റെ വായിൽ വെള്ളമൂറി. ഞാൻ ഉറക്കെ വിളിച്ചു പറയും, പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ, വരുവിൻ വരുവിൻ, വാങ്ങുവിൻ. അങ്ങനെ ചെറുപ്പക്കാരും കുട്ടികളും വയസ്സന്മാരും എല്ലാവരും എൻ്റെ കടയുടെ ചുറ്റിനും കൂടും. എൻ്റെ പലഹാരങ്ങൾ കണ്ട് എല്ലാവരുടെയും വായിൽ വെള്ളമൂറും. അങ്ങനെ പണക്കാരും സാധാരണക്കാരും എല്ലാവരും എൻ്റെ കടയിൽ വന്ന് പലഹാരങ്ങൾ വാങ്ങി കഴിക്കാൻ തുടങ്ങും. എനിക്കങ്ങനെ ഒരുപാട് പണം ലഭിക്കും. ഞാൻ പണക്കാരനാവും. ദിവസം പ്രതി എൻ്റെ സമ്പത്ത് വർദ്ധിക്കും. ഇത്രയധികം പണം കൊണ്ട് ഞാൻ എന്തു ചെയ്യും? ഒരു ആനയെ വാങ്ങിയാലോ? ഒരു അമ്പലം പണി കഴിപ്പിച്ചാലോ? ഇല്ല, ഞാൻ ഒരുപാട് പുതിയ ഫാഷനിലുള്ള സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും വാങ്ങും. എന്നിട്ട് അതെല്ലാം എടുത്ത് ഞാൻ രാജാവിനെ കാണാൻ ദർബാറിലേക്കും. എന്നിട്ട് വിനയത്തോടെ രാജാവിനോട് പറയും, മഹാരാജൻ, ദയവായി ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളും വൈരമാലകളും നോക്കൂ. ഇതെല്ലാം ഞാൻ അങ്ങയ്ക്ക് നൽകാൻ വേണ്ടി വന്നതാണ് പ്രഭു. രാജാവ് അതീവ സന്തോഷവാനായിട്ട് പറയും, ഈ അമൂല്യ രത്നാഭരണങ്ങൾ ഞാൻ റാണിക്ക് കൊടുക്കാനായി വാങ്ങാം. പതുക്കെ പതുക്കെ എൻ്റെ ആഭരണ വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കും. അങ്ങനെ ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയൊരു പണക്കാരനായി മാറും. ഞാൻ എനിക്ക് താമസിക്കുവാനായി ഒരു വലിയ മാളിക പണിയും. ആ മാളികയ്ക്ക് ചുറ്റും സുന്ദരമായ പൂന്തോട്ടമുണ്ടാക്കും. അതിൽ സുഗന്ധം പരത്തുന്ന പൂക്കളുടെ തോട്ടവും ഫലവൃക്ഷങ്ങളുടെ തോട്ടവും വളരെ വില കൂടിയ കുളവും ഉണ്ടാവും. ആ കുളത്തിൽ താമരപ്പൂക്കളും ആമ്പൽപ്പൂക്കളും കാറ്റിലാടിക്കളിക്കും. നല്ല വെള്ളഹംസങ്ങൾ വെള്ളത്തിൽ നീന്തിക്കളിക്കും. എൻ്റെ സൗഭാഗ്യവും സമ്പത്തും കണ്ട് പണക്കാർ എന്നെ കാണാൻ വരും. അവർ എന്നോട് അവരുടെ മകളെ വിവാഹം കഴിക്കുവാൻ അഭ്യർത്ഥിക്കും. പക്ഷേ ഞാൻ ഒന്നും സ്വീകരിക്കില്ല. ഞാൻ രാജാവ് തൻ്റെ മകളുടെ വിവാഹാലോചനയുമായി വരുന്നത് കാത്തിരിക്കും. അവസാനം ആ അതിസുന്ദരിയായ രാജകുമാരിയെ വിവാഹം കഴിക്കും. കുറച്ചു നാൾക്കകം ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും. ഞാൻ അവരുടെ കൂടെ പൂന്തോട്ടത്തിൽ ഓടിക്കളിക്കും. ഞാൻ ക്ഷീണിക്കുമ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് കുറച്ചു നേരം കുഞ്ഞുങ്ങളുമായി കളിക്കാൻ പറയും. പക്ഷേ ഭാര്യയ്ക്ക് വീട്ടുജോലികൾ ഒരുപാടുണ്ടാവും. അതിനാൽ അവൾ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്തേക്കാണ് വിടുക. ഈ കുഞ്ഞുങ്ങൾ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യം വരും. ഞാൻ അവരെ തള്ളി മാറ്റിക്കൊണ്ട് പറയും, ഹേ കുട്ടികളെ, എന്നെ ശല്യപ്പെടുത്താതെ പോയി സ്വയം കളിക്കൂ. എന്നാൽ ഈ കുട്ടികൾ എൻ്റെ വാക്ക് കേൾക്കില്ല. അപ്പോൾ എനിക്ക് അതിയായ ദേഷ്യം വരും. ഞാനൊരു വടിയെടുത്ത് അവരെ അടിക്കും. ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ട ബ്രാഹ്മണൻ അറിയാതെ തൻ്റെ അടുത്തിരുന്ന വടിയെടുത്ത് വായുവിൽ ആഞ്ഞു വീശാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, വിടൂ കുട്ടികളെ, എന്നെ വിടൂ, മാറി നിൽക്കൂ. അയാൾ ആ വീശിയ വടി ഉറിയിൽ മൺകുടത്തിൽ തട്ടി അത് വലിയ ശബ്ദത്തോടെ താഴെ വീണ് പൊട്ടി.
ആ അരിപ്പൊടി താഴെ മുഴുവൻ പരന്നു. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ബ്രാഹ്മണൻ ഞെട്ടി നാലുപാടും നോക്കി. അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ മാളികയോ കുളമോ കുട്ടികളോ രാജകുമാരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ആ പഴയ വീടും പൊട്ടിയ കുടവും പരന്നു കിടക്കുന്ന അരിപ്പൊടിയും മാത്രമായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം സ്വപ്നം വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്താലേ ഫലം ലഭിക്കൂ എന്നാണ്.